ബഹുമാന്യ ശ്രോതാക്കൾക്ക് ഏവർക്കും ക്രിസ്തുയേശുവിന്റെ അതിധന്യമായ നാമത്തിൽ എൻ്റെ സന്ധ്യാവന്ദനങ്ങളെ പ്രകാശിപ്പിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ വളരെ വ്യക്തതയോടുകൂടിയ ഒരു ദൈവവചനഭാഗമാണ് നിങ്ങളുടെ മുമ്പാകെ പറയുവാൻ കർത്താവിൻ്റെ സന്നയിൽ ആഗ്രഹിക്കുന്നത്. എഫേസ്യ ലേഖനം അതിൻ്റെ 6-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഫേസോസിലെ വിശുദ്ധന്മാർക്ക് നൽകുന്ന ഏറ്റവും ഒടുവിലത്തെ ശക്തിയേറിയ പ്രബോധനം നാം വായിക്കുന്നുണ്ട്. അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഒടുവിൽ കർത്താവിലും അവന്റെ അഭിനബലത്തിനും ശക്തിപ്പെടുവീൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തെ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. അപ്പോസ്തലനായ പൗലോസ് എഫേസോസിലെ വിശുദ്ധന്മാരെ പ്രബോധിപ്പിച്ചുകൊണ്ട് എഴുതുന്ന വളരെ മനോഹരമായിരിക്കുന്ന ലേഖനത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗമാണ് നാം ഇപ്പോൾ വായിച്ച് കേട്ടത്. പിശാചിന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി അതിനോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവാനുള്ള ശക്തിയേറിയ പ്രബോധനമാണ് ഈ വാക്യഭാഗത്ത് പരിശുദ്ധാത്മാവ് നൽകുന്നത്. ശത്രുവിന്റെ ആയുധവർഗങ്ങൾ എന്ന് പറഞ്ഞാൽ അതെന്തൊക്കെയാണ് എന്ന് ഇവിടെ വ്യക്തമായി പറഞ്ഞിട്ടില്ല. എങ്കിലും ശത്രുവിന്റെ ആയുധവർഗങ്ങളെ എതിർക്കാനായി ദൈവത്തിന്റെ സർവായുധവർഗം വിശ്വാസികൾ ധരിക്കണം എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആ സർവായുധവർഗത്തിന്റെ ലിസ്റ്റും പറഞ്ഞിട്ടുണ്ട്. അത് സാധാരണയായി നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. ഞാൻ വ്യക്തിപരമായി വീക്ഷിച്ചപ്പോൾ ശത്രുവിന്റെ സർവായുധവർഗം എന്ന് പറയുന്നതിൽ പല വിധത്തിലുള്ള ആയുധങ്ങളുണ്ട്. അതിലൊന്നാമത്തെ ആയുധം ഉപദേശ സംബന്ധമായിട്ടുള്ള ആയുധങ്ങളാണ്. ഉപദേശം എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തക പ്രകാരം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനാലും ശ്ലീഹന്മാരാലും സ്ഥാപിതമായ പഥ്യോപദേശമാണ്. ഈ പഥ്യോപദേശത്തെ തകിടം മറിച്ച് ദൈവസഭകളിൽ നൂതനമാകുന്ന ഉപദേശ രീതികൾ ആവിഷ്കരിപ്പിക്കുവാൻ സർവദാ ബന്ധപ്പെടുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണുവാൻ കഴിയും. മറ്റുള്ള ആളുകളൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്കും ഇങ്ങനെയൊക്കെ പോകാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ് കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് അല്ലെങ്കിൽ വ്യക്തികളുടെ ജീവിതത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ഉപദേശ വിഷയങ്ങളിൽ വിട്ടുവീഴ്ച കാണിക്കുക എന്ന് പറയുന്നത് ദൈവസഭയുടെ ഉപദേശ യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ പിശാച് കാണിക്കുന്ന അല്ലെങ്കിൽ പിശാച് കൊണ്ടുവരുന്ന ആക്രമണത്തിന്റെ ആയുധങ്ങളാണ്. ഉപദേശശുദ്ധി 1-ാം നൂറ്റാണ്ടിലേതുപോലെ ഇന്ന് വളരെ കൃത്യതയോടെ സൂക്ഷിക്കുവാൻ കഴിയാത്തൊരു ദുസ്ഥിതി ദൈവജനത്തിന്റെ മധ്യത്തിലുണ്ട്. ഉപദേശ സത്യങ്ങൾ അപ്പാടെ പറയുകയും അതിനെ പഠിപ്പിക്കുകയും ചെയ്തതിനോട് വിദ്വേഷമുള്ള ആളുകൾ ചില സ്ഥലങ്ങളിലായിട്ടൊക്കെ ഉണ്ട്. അതുപോലെ ഉപദേശപ്രകാരമുള്ള ജീവിതം കെട്ടിപ്പടുക്കുന്നതിൽ അമ്പേ പരാജയപ്പെടുന്ന ഒരു വിഭാഗം ഇന്ന് ക്രൈസ്തവ സഭയുടെ ദൃശ്യമായ ലക്ഷണങ്ങളിൽ ഒന്നാണ്. അതിനെ അവർ പറയുന്നത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ, അതായത് ഉപദേശത്തിന് വിരുദ്ധമായി വരുന്ന പ്രായോഗിക പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ നമ്മൾ
അത്ര വലിയ ഗൗരവമൊന്നും കൊടുക്കണ്ട എന്നാണ്. ഇന്ന് ഞാൻ ഒരു ഗ്രൂപ്പിൽ ഒരു പോസ്റ്റ് വായിച്ചു. ആ പോസ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് അവിടെ ചർച്ചാ വിഷയമായി കണ്ട വിഷയം, ഞാനിന്ന് വളരെ ലോങ് ജേർണിയിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് അത് വൈകിട്ട് വന്ന ശേഷം മാത്രമാണ് ഓടിച്ചു വായിക്കാൻ കഴിഞ്ഞത്. ഏതെങ്കിലും ഒരു പ്രാദേശിക സഭയിൽ ഉപദേശത്തിന് അനുസരിച്ചല്ലാത്ത ചില പ്രായോഗികത ഉണ്ടെങ്കിൽ അത് ആ പ്രാദേശിക സഭയുടെ മാത്രം പ്രശ്നമല്ലേ, പൊതുസഭയുടെ പ്രശ്നമാണോ ആണെന്ന് എങ്ങനെ പറയാൻ കഴിയും എന്നാണ് ഒരു ചോദ്യകർത്താവ് ഒരു കേസ് സ്റ്റഡിക്കായി വിഷയമിട്ട് ചർച്ച ചെയ്യുന്നത്. ദൈവസഭയുടെ പ്രാദേശിക സ്വഭാവം അതാത് സ്ഥലത്തുള്ള ലോക്കൽ കോൺഗ്രിഗേഷനാണ്. എന്നാൽ പല ലോക്കൽ കോൺഗ്രിഗേഷനുകൾ ചേർന്നതാണ് സാർവത്രിക സഭ എന്ന് പറയുന്നത്. സാർവത്രിക സഭയുടെ സ്വഭാവം തന്നെയാണ് പ്രാദേശിക സഭയ്ക്കുണ്ടായിരിക്കേണ്ടത്. സാർവത്രിക സഭയുടെ ലക്ഷ്യവും സാർവത്രിക സഭയുടെ ശുദ്ധിയുമാണ് പ്രാദേശിക സഭയ്ക്ക് ഉണ്ടാകേണ്ടത്. നമ്മുടെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നു. ഒരൽപ്പം പുളിമാവ്, ഈസ്റ്റ്, മുഴുപിണ്ടത്തെയും പുളിപ്പിക്കുന്നതാണ്. ഒരേ വിശ്വാസത്തിനും ഉപദേശത്തിനും നിലകൊള്ളുന്ന സഭകൾ അത് ലോകത്തിന്റെ ഏത് സ്ഥലത്തായിരുന്നാലും ആ സഭകൾ നിലകൊള്ളുന്ന ഒരേ വിശ്വാസത്തിലും ഒരേ പ്രായോഗികതയുമാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഭാഷ ആത്മീയ വർധനയുടെ അനിവാര്യ ഘടകമാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു പെന്തക്കോസ്റ്റൽ സ്വഭാവഭാഗം, അത് IPCയോ അസംബ്ലീസ് ഓഫ് ഗോഡോ ഷാരോനോ ചർച്ച് ഓഫ് ഗോഡോ എന്തുമാകട്ടെ, അവരുടെ എല്ലാ ഇടങ്ങളിലുമുള്ള എല്ലാ സ്ഥലങ്ങളിലുമുള്ള പ്രസ്തുത വിഷയത്തെക്കുറിച്ചുള്ള വീക്ഷണം ഒന്നു തന്നെയായിരിക്കും. അപ്പോൾ ഉപദേശത്തിലെ ഒരു ഏകീകൃത ഭാവം നമുക്ക് ആ സഭകളിൽ കാണാൻ കഴിയുന്നുണ്ട്. ബ്രദറൻ സഭകളിലും അങ്ങനെ തന്നെയാണ്. ആഗോള വ്യാപകമായി ചിതറിക്കിടക്കുന്ന പ്രാദേശിക ബ്രദറൻ സഭകളെല്ലാം വേർപാട് സഭകളുടെ ഉപദേശത്തിൽ ഏകീകരണം അവകാശപ്പെടുന്ന പ്രാദേശിക കൂടിവരവുകളാണ്. അതിലേതെങ്കിലും ഒരു കൂടിവരവിൽ ദൈവവചനത്തിന് വിരുദ്ധമായ ഒരു സംവിധാനം നിലവിലുണ്ടെങ്കിൽ അത് ആ പ്രാദേശിക സഭയുടെ പ്രശ്നമല്ലേ, ഞങ്ങൾക്കത് വിഷയമല്ല, പൊതുസഭയെ അത് ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞത് അത് തെറ്റായ ഒരു ചിന്താഗതിയാണ്. ഒരേ ഉപദേശത്തിനും ഒരേ സാക്ഷ്യത്തിനും ഒരേ പ്രബോധനത്തിനും ഒരേ പ്രായോഗികതയ്ക്കും ഒന്നിച്ച് ഒരുപോലെ തുടരുന്ന വിവിധ പ്രാദേശിക കൂടിവരവുകൾ ഒരു ഉപദേശ നിശ്ചയത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ അതിലേതെങ്കിലും ഒരു പ്രാദേശിക സഭ വചനത്തിന് വിരുദ്ധമായൊരു നിലപാട് ആ പ്രാദേശിക സഭയിൽ സ്വീകരിച്ചാൽ അത് പൊതുസഭയുടെ ഉപദേശശുദ്ധിക്കും പ്രായോഗികതയ്ക്കും കോട്ടം സംഭവിപ്പിക്കുന്ന ഒരു ദൃഷ്ടാന്തമാണ്. പ്രാദേശിക സഭ അതിൽ തന്നെ സ്വതന്ത്രമാണെങ്കിലും അതിൻ്റെ ഉപദേശ പ്രായോഗികത എന്ന് പറയുന്നത് സ്വതന്ത്രമായ നിലപാടിലുള്ളതല്ല. ഉപദേശവും പ്രായോഗികതയും പൊതുവിൽ ആ സഭ സ്വീകരിക്കുന്ന ഉപദേശ സംഹിതകളുടെ പ്രാദേശികമായ പ്രവർത്തന തത്വമാണ്. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രദറൻ സഭകളെല്ലാം പൊതുവെ സ്വീകരിക്കുന്ന ഒരു ഉപദേശ സംഹിത ഉണ്ടെങ്കിൽ ബ്രദറൻ സഭകളെല്ലാം പൊതുവെ കൈക്കൊള്ളുന്ന ഒരു പ്രായോഗികത ഉണ്ടെങ്കിൽ ആ പ്രായോഗികത എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. അതായത്, ലോകത്തിന്റെ 5 വൻകരകളിലായി ഒരേ ഉപദേശത്തിനും ഒരേ പ്രായോഗികമായി സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ സഭാ പ്രസ്ഥാനത്തിന്റെ ഒരു ബ്രാഞ്ച് അവിടെ ഏതെങ്കിലും നിലയുള്ള വചനപരമാകുന്ന ഒരു ക്രമവിരുദ്ധത ഉണ്ടായാൽ ആ ക്രമവിരുദ്ധത ആ പ്രാദേശിക സഭയെ മാത്രം ബാധിക്കുന്നതല്ല. സ്ഥലം സഭയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആരാധനയ്ക്കും പ്രബോധനത്തിനും ഇതര ആത്മീയ ശുശ്രൂഷകൾക്കും വേണ്ടി ആ സ്ഥലം സഭയിലെ എൽഡേഴ്സിനാൽ സുവിശേഷകന്മാരാൽ നിയന്ത്രിക്കപ്പെടുന്ന സ്വാതന്ത്ര്യമാണ്.
ഓരോ ലോക്കൽ സഭയ്ക്കും അതിൻ്റെ ഉപദേശത്തിനും പ്രായോഗികതയ്ക്കും ഓരോ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്റ്റാൻഡ് ഉണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഒരേ ഉപദേശത്തിന് വേണ്ടി നിൽക്കുന്ന സഭ എന്ന് ഒരു സഭയെ പ്രത്യേകം ചൂണ്ടിക്കാണിക്കാൻ കഴിയുകയില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വേർപാട് സഭയുടെ ഒരു കൂടിവരവ് അങ്ങ് ചിങ്ങവനം ഭാഗത്തുണ്ടെന്ന് ചിന്തിക്കുക, ഉദാഹരണം പറയുകയാണ്. അതുപോലെ ബ്രദർ സഭയുടെ കൂടിവരവ് കറുകച്ചാലുണ്ടെന്ന് ചിന്തിക്കുക, മല്ലപ്പള്ളിയിലുണ്ടെന്ന് ചിന്തിക്കുക, കോട്ടയത്തുണ്ടെന്ന് ചിന്തിക്കുക. ബ്രദറൻ എന്ന പേരിലാണ് നാം അറിയപ്പെടുന്നതെങ്കിൽ നമ്മുടെ എല്ലാ പ്രാദേശിക സഭകളുടെയും ഉപദേശത്തിൻ്റെയും പ്രായോഗികതയുടെയും അടിസ്ഥാന പ്രമാണം ഒന്ന് തന്നെയായിരിക്കണം. ഒരാൾ പറയുക കറുകച്ചാല് സഭയിൽ അല്ലെങ്കിൽ മല്ലപ്പള്ളി സഭയിൽ അല്ലെങ്കിൽ വേറൊരു ലോക്കൽ സഭയിൽ ചില ക്രമവിരുദ്ധതയുണ്ട്, അത് ബ്രദറുകാരുടെ എല്ലാ സഭയും ബാധിക്കുന്ന വിഷയമല്ല എന്ന് പറഞ്ഞാൽ ആ വ്യാഖ്യാനം ശരിയല്ല. കാരണം നമ്മളെല്ലാം സാഹോദര്യ ബന്ധം പുലർത്തുന്ന സഭകളാണ്, ഒരേ ഉപദേശത്തിന് വേണ്ടി നിലനിൽക്കുന്ന സഭയാണ്. അങ്ങനെയുള്ള മനോഭാവത്തെ ഒരുവിധം എസ്കേപ്പിസം എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ അവിടുത്തെ ഭരണപരമായ കാര്യങ്ങളിൽ പ്രാദേശിക സഭ സ്വതന്ത്രമാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലസഭയിൽ ഒരു ശുശ്രൂഷകനെ പുറത്തുനിന്ന് വിളിക്കണോ വിളിക്കണ്ടായോ എന്ന് തീരുമാനിക്കാൻ ആ സ്ഥലസഭയ്ക്ക് മാത്രമാണ് അധികാരം, അയൽസഭയ്ക്ക് അതിനധികാരമില്ല. എന്നാൽ ഒരു പ്രാദേശിക സഭയിൽ ക്രമവിരുദ്ധമാകുന്ന വചനവിരുദ്ധമാകുന്ന ഒരു പ്രവണത ആ സഭ സ്വീകരിക്കുകയും ആ പ്രവണത ഇല്ലാത്ത അയൽ സഭയെ കൂടെ ഈ സഭ അതിൻ്റെ ആത്മീയ കൂടിവരവുകളിലേക്ക് ക്ഷണിച്ചു വരുത്തി ഈ സഭയുടെ ആത്മീയ ശുശ്രൂഷകൾ ആ സഭയെ കൂടെ സഹകരിപ്പിക്കാനായിട്ട് ഉത്സാഹിക്കുകയും വളരെ വ്യക്തമായി പറഞ്ഞാൽ ചില സംയുക്ത ഞായറാഴ്ച യോഗങ്ങളൊക്കെ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്താൽ ക്രമവിരുദ്ധത നിലവിലിരിക്കുന്ന ഈ പ്രാദേശിക സഭയുടെ ക്രമവിരുദ്ധമായിരിക്കുന്ന വചനവിരുദ്ധതയ്ക്ക് നിരപരാധിയായിരിക്കുന്ന അയൽ സഭയെ കൂടെ കൂട്ടാളിയാക്കുകയാണ്. അപ്പോൾ വാസ്തവത്തിൽ ഒരു സഭയുടെ പ്രായോഗിക പാപത്തിന് ഉത്തരവാദിയല്ലാത്ത മറ്റൊരു സഭയെ കൂടെ പങ്കാളിയാക്കി അവരെ കൂടെ വാസ്തവത്തിൽ പാപം ചെയ്യുകയാണ്. ആ നിലയിലല്ലാതെ ഒരു പ്രാദേശിക സഭയിലെ പ്രശ്നം അവിടെ തന്നെയാണല്ലോ, മറ്റൊരു സഭയ്ക്കൊന്നും അതിൻ്റെ ഈ ക്രമരഹിത ബാധകമല്ല എന്ന് പറഞ്ഞാൽ നമുക്കതിനെ നീതീകരിക്കാൻ സാധിക്കുകയില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോഷ്ടാവ് ഒരു പ്രാദേശിക സഭയിലുണ്ട് ചിന്തിക്കുക, വിശ്വാസികൾ അങ്ങനെ വരാൻ പാടില്ല. ആ മോഷ്ടാവ് ഈ പ്രാദേശിക സഭയുടെ അംഗമാണ്. പ്രാദേശിക സഭയുടെ അംഗമായിരിക്കുന്ന ആ മോഷ്ടാവിനെ ആ പ്രാദേശിക സഭ ഏതെങ്കിലും പരിഗണനയുടെ പേരിൽ സഹിക്കുന്നു എന്ന് വിശ്വസിക്കുക. ഒന്നെങ്കിൽ വീട്ടുബന്ധം, അല്ലെങ്കിൽ രക്തബന്ധം, അല്ലെങ്കിൽ ബന്ധുതാബന്ധം, അല്ലെങ്കിൽ മറ്റേതെങ്കിലുമുള്ള പ്രത്യേകമായ പരിഗണന. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ മോഷ്ടാവായ സഹോദരൻ ഇവിടുന്ന് യാത്ര ചെയ്ത് വേറൊരു പ്രാദേശിക സഭയിൽ ചെന്ന് അവിടെയും അദ്ദേഹം കൂട്ടായ്മ പുലർത്തി കഴിഞ്ഞാൽ ഈ സഭ ഈ മോഷ്ടാവിനെ അവരെ പവിത്രനായി സ്വീകരിച്ച് അംഗീകരിച്ച് ഞങ്ങളുടെ സ്ഥലസഭയുടെ സ്വാതന്ത്ര്യമാ എന്ന് പറഞ്ഞ് ഇവനെ സ്വീകരിച്ചാൽ അവൻ ചെന്നെത്തുന്ന സ്ഥലത്തെ വിശ്വാസിയുടെയും കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാറ്റവും വരാത്ത മോഷ്ടാവായി അവൻ അവിടെയും തുടരും. ഇവിടുത്തെ ജീർണത അവിടെയും അവൻ തുടരും. അത് വചനവിരുദ്ധമാകുന്ന ഒരു സമീപനമാണ്. നമ്മളെ ഒരു ഉപദേശ വിഷയത്തിൻ്റെ ഏകീകൃത എന്ന് ഏകീഭാവം നമുക്കുള്ളത് കൊണ്ടാണ് ബ്രദറൻ സഭയെ ലോകത്തിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഉപദേശത്തിൽ ഒരേ തത്വമുള്ള, ഒരേ പ്രമാണമുള്ള, പ്രായോഗികതയിൽ ഒരേ രീതി അവലംബിക്കുന്ന സഭകളായി നമ്മൾ നിലകൊള്ളുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ ടൈം ലൈനിൽ എഴുതിയിട്ടു. അതേ ചൊല്ലി വലിയ വിപ്ലവവും പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു. പ്രാദേശിക സഭയിലുള്ള പ്രശ്നത്തെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. എന്നാൽ പ്രാദേശിക സഭയിലെ ആ പ്രശ്നം പൊതുസഭകളെ ബാധിക്കുന്നതാണെന്നാണ് ഒരുപറ്റം ആളുകൾ വാദിച്ചത്. അങ്ങനെയാണെങ്കിൽ പിന്നെ പ്രാദേശിക സഭയിലെ മറ്റ് ഇതര ഉപദേശ പിശകുകളും പൊതുസഭകളെ ബാധിക്കുകയില്ലേ? ഒരു വിഷയത്തിന് മാത്രം രണ്ട് വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുമോ? ഉദാഹരണമായി ഞാൻ പറഞ്ഞാൽ, ഒരു പ്രാദേശിക സഭയിൽ ഒരു വിവാഹമോചന കേസുണ്ട് എന്ന് ചിന്തിക്കുക. ഇപ്പം എനിക്ക് ഈ വിഷയം സംസാരിക്കാനേ വളരെ പ്രയാസമുണ്ട്. കാരണം കൊങ്ങായിക്ക് പിടിക്കുന്ന പോലെയുള്ള വിലക്കും അതുപോലെയുള്ള ഉപദ്രവവും ചില ആളുകളിൽ നിന്ന് എനിക്ക് ഈ വിഷയത്തിന് പേരുണ്ട്. എങ്കിലും ഞാൻ ദൈവത്തെ മാത്രം ഭയപ്പെടുകയും
അന്നും ഇന്നും എൻ്റെ അന്നത്തിനു വേണ്ടി ദൈവത്തോട് മാത്രം യാചിക്കുകയും കർത്താവിന് മുഖത്തേക്ക് മാത്രം നോക്കുകയും ചെയ്യുന്ന ഒരു ദൈവദാസനായി എല്ലാ കാലത്തും വചനത്തിൻ്റെ സത്യം നിമിത്തം ഒറ്റപ്പെട്ടു നിൽക്കുന്നവനാകിയാൽ ഞാൻ ദൈവത്തോടുള്ള വിശ്വാസ നിമിത്തം അത് പറയുകയാണ്. ഇത് ഏതെങ്കിലും ഒരു പ്രാദേശിക സഭയെ മാത്രം ഉദ്ദേശിച്ച് പറയുന്ന കാര്യമല്ല. എൻ്റെ സ്ഥലം സഭയെ ഉദ്ദേശിച്ച് ഞാൻ പറയുന്ന കാര്യമല്ല. ഞാൻ പറയുന്ന XOR ഒരു പ്രാദേശിക സഭയിൽ ഒരു വിവാഹമോചന കേസ് ഉണ്ടെന്ന് ചിന്തിക്കുക. അത് വചനവിരുദ്ധമായ നിലപാടാണെന്നും മനസ്സിലാക്കുക. ആ ആളിനെ അയൽ സഭയിലെ ഒരു തൻ്റെ പ്രാദേശിക സഭയിൽ തനിക്കുള്ള പ്രശ്നമാകിയാൽ അത് അയൽ സഭയെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് ഒരുവൻ പറയുന്നെങ്കിൽ ഈ കക്ഷി അയൽ സഭയിൽ ചെന്ന് അവിടെയുള്ള സഭയുമായി കൂട്ടായ്മ പുലർത്തിയാൽ ഇദ്ദേഹത്തിന്റെ ഭാഗത്തുള്ള ഈ തെറ്റിന് ആ സഭയും കൂടെ അദ്ദേഹം ഉത്തരവാദിയാക്കുകയും അവിടെയുള്ള വിശുദ്ധന്മാരെ കൂടെ അദ്ദേഹം മലിനപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് സ്ഥലം സഭയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഏത് നിലപാടുകളും സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമല്ല, മറിച്ച് വചനാനുസരണമായ നിലപാടുകളെ ദൈവവചനത്തിന്റെ ബൗണ്ടറിയിൽ നിന്നുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടാതെ കർത്താവിന്റെ മഹത്വത്തിനായി വചനവിരുദ്ധമാകാത്ത നിലയിൽ പ്രവർത്തിക്കാനുള്ള പ്രവർത്തന തന്ത്രത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന സ്വാതന്ത്ര്യമാണ്. അല്ലാതെ എന്തും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ല എന്നുള്ളത് ഞാനും നിങ്ങളും പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ദൈവവചനത്തിൽ പറയപ്പെടുന്ന ഈ യാഥാർത്ഥ്യത്തെ തൃണവൽഗണിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുകയില്ല. നമുക്ക് ഈ അവസരോചിത ദൈവശാസ്ത്രം എന്ന് പറയുന്നൊരു ശാസ്ത്രമില്ല. അവസരോചിത ദൈവശാസ്ത്രം എന്ന് പറയുന്നത് ഓരോരോ സാഹചര്യങ്ങളിൽ ഉണ്ടായി വരുന്ന സാഹചര്യ തിക്താനുഭവങ്ങളെ അപ്പോഴപ്പോൾ കാണുന്ന മനോഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കുന്ന നിലപാടിനെയാണ് അവസരോചിത ദൈവശാസ്ത്രം എന്ന് പറയുന്നത്. അതിനെ നമുക്ക് ആ നിലയിൽ ന്യായീകരിക്കുവാൻ അംഗീകരിക്കുവാൻ ദൈവം നമ്മെ അനുസരിക്കുന്നില്ല. ഒരവയവം കഷ്ടം സഹിക്കുന്നെങ്കിൽ ശരീരം മുഴുവൻ അതിൻ്റെ കഷ്ടം സഹിക്കുന്നത് പറയുമ്പോൾ ഒരേ ഉപദേശത്തിനും ഒരേ പ്രായോഗികയ്ക്കും വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രാദേശിക സഭയിലെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലുണ്ടാകുന്ന തെറ്റ് അതേ ഉപദേശവും അതേ പ്രായോഗികതയും മുറുകെ പിടിക്കുന്ന മറ്റ് സഭകൾക്കും ഒരുപോലെ ബാധകമായതുകൊണ്ടാണ് പല വിഷയങ്ങളിലും ദൈവത്തിന്റെ വചനത്തിൽ കർക്കശമായ നിലപാടുകൾ പരിശുദ്ധാത്മാവ് സ്വീകരിച്ചിട്ടുള്ളത്. അവസരോചിത ദൈവശാസ്ത്രത്തിന് ക്രിസ്തീയ വിശ്വാസ ലോകത്ത് സ്ഥാനമില്ല. മാത്രമല്ല, തെറ്റുകളെ ന്യായീകരിക്കുവാൻ ദൈവവചനം നമ്മെ അനുവദിക്കുന്നുമില്ല. തെറ്റുകൾ തെറ്റാണെന്ന് പറയാൻ ഉള്ള ആർജവം നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടത് പ്രത്യേക ആവശ്യമാണ്. അങ്ങനെ പ്രായോഗിക സ്ഥലത്ത് പല വിട്ടുവീഴ്ചകൾക്കും നാം തയ്യാറായി മുമ്പോട്ട് പോയി പുരോഗമിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഭാവിയിൽ സംഭവിക്കുന്നത് ദൈവസഭ വചനപ്രകാരം നിർദ്ദേശിക്കുന്ന ഉപദേശ സത്യങ്ങൾ അംശം പോലും അവശേഷിക്കാതെ അതൊരു ജഡീക കൂടിവരവായി കാലക്രമത്തിൽ മാറും എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. അങ്ങനെ കാലക്രമത്തിൽ ദൈവസഭ ദൈവിക ഉപദേശ സത്യങ്ങളിൽ നിന്നും അതിൻ്റെ ഉപദേശത്തിന്റെ പ്രായോഗിക തത്വത്തിൽ നിന്നും വഴുതി മാറി സ്വന്തമായ നിലയിലുള്ള ഒരു അവനോനിസം അല്ലെങ്കിൽ അവസരോചിത ദൈവശാസ്ത്രം രൂപപ്പെടുത്തി മുമ്പോട്ട് പോയാൽ അതിനെ പിന്നെ വചനാനുസരണം എന്ന് പറയുവാൻ നമുക്കൊരിക്കലും സാധിക്കുകയില്ല. കാലം മാറിക്കൊണ്ടിരിക്കും, കാലത്തിന്റെ കോലവും മാറിക്കൊണ്ടിരിക്കും. കാലത്തിന്റെ കോലം മാറുന്നതനുസരിച്ച് മാറാവുന്ന ഒന്നല്ല ഉപദേശം. ഉപദേശം എല്ലാ കാലത്തും ഒന്ന് തന്നെയാണ്. നമ്മുടെ കർത്താവ് എന്താണ് പറഞ്ഞത്? കർത്താവ് വിവാഹമോചനത്തെ സംബന്ധിച്ച് സംസാരിക്കുന്ന സമയം വരുമ്പോൾ കർത്താവ് പറഞ്ഞെങ്ങനെ ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് വിവാഹം സ്ഥാപിക്കുന്ന സമയത്ത് അങ്ങനെ അല്ലായിരുന്നു എന്നാണ്. ഓരോരുത്തർക്കും അവരവരുടേതായ താല്പര്യമനുസരിച്ച് വേദപുസ്തകം വ്യാഖ്യാനിക്കുകയും ആ വക കാര്യങ്ങളെ അങ്ങനെ പ്രസ്താവിക്കുകയും ചെയ്താൽ എല്ലാവർക്കും എല്ലാവരെയും ഇഷ്ടമാണ്. പക്ഷേ വചനത്തോട് കൃത്യമായ ഒരു നിലപാട് പുലർത്തുന്ന ആളുകളോട് പൊതുവെ ആളുകൾക്ക് എതിർപ്പുണ്ടെന്ന് മാത്രമല്ല, അവനോട് കൂടെ ഒരു നിലയിലും ചേർന്ന് നിൽക്കുവാനോ അവന് ഒരു കൈത്താങ്ങലായിരിക്കുവാനോ മിക്കപ്പോഴും ദൈവസഭകളിൽ ആളുകൾ മുമ്പോട്ട് വരികയില്ല എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകമായ ഒരു ശാപലക്ഷണമാണ്. അതുകൊണ്ട് ഇവിടെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം
വചനം എന്തു പറയുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. നോ മാറ്റർ വാട്ട് എവർ മേ ഹാപ്പൻ, എന്തൊക്കെ സംഭവിച്ചാലും ദൈവവചനം എന്താണ് പറയുന്നത്? ഏതൊരു ഉപദേശ വിഷയത്തെ സംബന്ധിച്ചും ദൈവവചനം എന്താണ് പറയുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങളും ശ്രദ്ധിക്കേണ്ട അതിപ്രധാനമായ ഒരു കാര്യമാണ്. അപ്പോൾ വചനമാണ് നമ്മുടെ അടിസ്ഥാന പ്രമാണം. വചനത്തെ ലംഘിക്കാൻ നമുക്ക് വ്യവസ്ഥയില്ല. വചന ലംഘനം ദൈവത്തോട് തന്നെയുള്ള ലംഘനമാണ്. ഏത് ഉപദേശ വിഷയത്തെ സംബന്ധിച്ചും അങ്ങനെയാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പോൾ ഒരു പ്രാദേശിക സഭ അതിൻ്റെ ജീവിത വിശുദ്ധിക്കും അതിൻ്റെ അസ്തിത്വത്തിനും വചനവിരുദ്ധമായ അതിലുള്ള ചിലരുടെ നിലപാടുകൾ കാരണമായി ഭവിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള മാതൃക മറ്റുള്ള സഭകൾക്കും യോഗ്യമായ ഒരു മാതൃകയല്ല. നാം ഇവിടെയായിരുന്നാലും എവിടെയായിരുന്നാലും ഒരു ഉപദേശത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു പ്രായോഗികതയിൽ നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അതേ ഉപദേശത്തിൻ്റെ കാവൽ ഭടന്മാരാകുന്ന മറ്റു സഭകൾ നമ്മളെ കൈക്കൊള്ളുകയോ നമ്മെ കൂട്ടായ്മയിലേക്ക് സ്വീകരിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. ഇത് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയം ആണ്. അപ്പോൾ ഇവിടെ ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ട അതിപ്രധാനമായ വിഷയം, ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, ശത്രുവിൻ്റെ ആയുധങ്ങളെ എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളതാണ്. അതിന് വ്യതിചലിക്കുന്നില്ല ഞാൻ. ഇങ്ങനെയുള്ള ഉപദേശ വിരുദ്ധതകൾ ശത്രുവിൻ്റെ ഒരായുധമാണ്. ഉപദേശത്തിന് വിരുദ്ധമായ പ്രായോഗിക നടപടികൾ ശത്രുവിൻ്റെ ഒരായുധമാണ്. ഇപ്പം ഈ ദിവസങ്ങളിലൊക്കെ ഞാനിവിടെ പേര് പറയാൻ വാസ്തവത്തിൽ മടിക്കുന്നുണ്ട് എങ്കിലും പേര് പറയാതിരിക്കാൻ കഴിയുകയില്ല. ജോബി ജോർജ് എന്ന് പറയുന്നൊരു സഹോദരൻ, അദ്ദേഹം ഒരു പെന്തക്കോസ്തുകാരൻ സഹോദരനാണ്. അദ്ദേഹം ഈ ഫെലിസ്തീയ മല്ലനായ ഗോലിയാത്ത് ഇസ്രായേൽ നിരകളെ തുടർമാനമായി വെല്ലുവിളിച്ചതുപോലെ വേർപെട്ട വിശ്വാസികളുടെ ഇടയിലെ നമ്മുടെ പവിത്രമാകുന്ന ഉപദേശ ശ്രമങ്ങളെ നിരന്തരമായി ചോദ്യം ചെയ്തുകൊണ്ട് ഓരോ ദിവസവും 1-2 പോസ്റ്റുകൾ അത് ഇടാറുണ്ട്. ആ പോസ്റ്റുകൾ പ്രകോപനപരവും അതുപോലെ വേർപെട്ട വിശ്വാസികൾക്ക് അസ്വീകാര്യവുമായ പോസ്റ്റുകളാണ്. പക്ഷേ നിങ്ങളുടെ കാര്യം മനസ്സിലാക്കിയോ? ഇവിടെ സത്യം സംസാരിക്കുന്നതുകൊണ്ട് സംസാരിക്കുന്നവരെ സംസാരിക്കരുത് എന്ന് പറഞ്ഞ് തർജ്ജനം ചെയ്യുന്ന നമ്മുടെ ഇടയിലെ പല ആളുകളും ഈ ജോബി ജോർജ് എന്ന് പറയുന്നൊരു സാധാരണക്കാരനായിരിക്കുന്ന പെന്തക്കോസ്ത് വിശ്വാസി വേർപെട്ട വിശ്വാസികളെ അധിക്ഷേപിച്ചുകൊണ്ടിരുന്ന ഈ പോസ്റ്റുകൾക്ക് വചനപ്രകാരം മറുപടി പറയാൻ രംഗത്ത് വരുന്നില്ല. 2-3 പേർ എവിടെയൊക്കെയോ എന്തൊക്കെയോ ആശയങ്ങളെ സമ്പാദിക്കുന്നുണ്ട്. പക്ഷെ അത് വേണ്ടത്ര നിലയിൽ അദ്ദേഹത്തെ വീഴ്ത്തുവാൻ, ഡിഫീറ്റ് ചെയ്യുവാൻ മതിയായ ആശയ സംവിധാനങ്ങളല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു പ്രവണത പറയുന്നത് പട്ടി തിന്നുകയില്ല, പശുവിനെ തീറ്റുകയില്ല. സ്വതവേ എതിരാളികളോട് എതിർക്കാനായിട്ട് കഴിവില്ലാത്ത പല ആളുകൾ, എന്നാൽ എതിർക്കാൻ കഴിവുള്ള ഒരുത്തനുണ്ടെങ്കിൽ അതിനെ സമ്മതിക്കുകയില്ല, അവന് തലപൊങ്ങാൻ സമ്മതിക്കില്ല. ഇങ്ങനെയുള്ള അന്തരീക്ഷമാണ് നമ്മുടെയൊക്കെ ഇടയിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. എതിരാളികൾ പുറപ്പെടുവിക്കുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഉളവാക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ നിലയിലുള്ള മറുപടി പറയാൻ തക്കവണ്ണം നമുക്ക് എതിരാളിയുടെ ആയുധവർഗത്തെ തന്നെ എടുത്ത് എതിരാളിയെ കീഴ്പ്പെടുത്തുന്ന ഒരു സംവിധാനം നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. പക്ഷേ ആ സംവിധാനം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന മികവുറ്റ ആളുകളുടെ എണ്ണം ഇവിടെ വളരെ വിരളമാണ്. വേർപെട്ട സമൂഹത്തിൽപ്പെട്ട നമുക്കൊക്കെ ഒരു ചിന്താഗതിയുണ്ട്. നമ്മളാണ് ക്രൈസ്തവ ലോകത്തെ ഏറ്റവും വലിയ വചനം അറിയാവുന്ന ആളുകൾ. നമുക്കാണ് ഏറ്റവും മുൻപന്തിയിൽ വചന വ്യാഖ്യാനം മികവുള്ളത്. ഞാനതിനെ ഒന്നും നിരാകരിക്കുന്നില്ല, കാര്യം അങ്ങനത്തെ തലമുറ നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ഇങ്ങനെയുള്ള ഉപദേശത്തിൻ്റെ എതിർപ്പുകൾ വരുമ്പോൾ അതിനെ ആകെപ്പാടെ ചോദ്യം ചെയ്ത് അവർക്ക് തക്ക സമയത്ത് മറുപടി കൊടുത്ത് എതിരാളിയെ കീഴ്പ്പെടുത്താൻ കഴിയുന്ന ഒരു സംവിധാനത്തിന് വേണ്ടുന്ന കോമ്പിറ്റൻസിയുള്ള ആളുകൾ ഇന്ന് നമ്മുടെ കുറവാണ്. ഒരു വസ്തു മനസ്സിലാക്കണം, എതിരാളികളുടെ സർവായുധവർഗത്തെ കീഴ്പ്പെടുത്താൻ കേവലം പുൾപിറ്റ് പ്രസംഗങ്ങൾ കൊണ്ട് സാധിക്കുകയില്ല. അത് കർണരസമാകുമാറ് നമുക്ക് പല ആൾക്കും അല്പം പ്രസംഗ പാഠവും കൂടെ ഉണ്ടെങ്കിൽ പ്രസംഗിച്ച് കേൾപ്പിക്കാൻ സാധിക്കും.
എന്നാൽ എതിരാളിയുടെ വാദോന്മുകളുടെ മുൾമുനെ ഉടയ്ക്കുവാൻ കഴിയണമെങ്കിൽ അവൻ ഉന്നയിക്കുന്ന വാദഗതികളെ വചനപ്രകാരം ഖണ്ഡിച്ച് അതിനെ തകർക്കാൻ കഴിവുള്ള ആളുകൾ ഇപ്പുറത്തുണ്ടാവണം. ഉദാഹരണം പറഞ്ഞാൽ രക്ഷ നഷ്ടപ്പെടുമെന്ന് പ്രതിയോഗിയായ ശത്രു നമ്മോട് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷ നഷ്ടപ്പെടുകയില്ല എന്ന് സ്ഥാപിക്കാനുള്ള കോമ്പിറ്റൻസി, അതിനുള്ള പ്രാവീണ്യതയുള്ള ആളുകൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണം. പരിശുദ്ധാത്മാവിന്റെ ആളത്വത്തെയും കൃപാവരങ്ങളെയും സംബന്ധിച്ച് രൂക്ഷമായി വിമർശനം ഉന്നയിക്കുന്ന ആളുകളുടെ മുമ്പാകെ പരിശുദ്ധാത്മാവിന്റെ ആളത്വം, കൃപാവരങ്ങൾ ഇത്യാദികളെ സംബന്ധിച്ച് തികച്ചും സായുക്തികമായ നിലയിലുള്ള വാദോന്മങ്ങളെ സമർത്ഥിക്കുവാൻ കഴിവുള്ള ആളുകൾ ഇവിടെ ഉണ്ടാകണം. അതുണ്ടാകുന്നത് എങ്ങനെയാ? നിരന്തരമായ ദൈവവചന പഠനത്തിലൂടെയാണ്. അങ്ങനെ മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ ചെയ്യുന്നതിന് പകരം എതിരാളി നമുക്ക് നേരെ ഓങ്ങുന്ന ആയുധങ്ങളെ കണ്ടിട്ട് നമ്മൾ ഒരു 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 വിലയില്ലാത്ത നിലയിൽ കുറേ കമൻറ്റുകൾ ഇതിൻ്റെ അടിയിൽ എഴുതിയാൽ എതിരാളി പരാജയപ്പെടുകയില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. എതിരാളി പരാജയപ്പെടണമെങ്കിൽ എതിരാളിയുടെ ആരോപണങ്ങളുടെ മുൾമുന ശക്തമായി ഒടിച്ചു കളയാൻ കഴിയുന്ന കരുത്തന്മാരായ ഉപദേഷ്ടകന്മാർ മറുപുറത്തു നിന്ന് അതിനെ ശക്തമായി മറുപടി പറയണം. എന്നാൽ മാത്രമേ സാധിക്കൂ. പക്ഷേ ഇവിടെ വേറൊരു പ്രശ്നമുള്ളത്, ഒരു കൺവെൻഷനോ ഒരു ക്യാമ്പിനോ നമ്മുടെ കയ്യിലെ ഒരാൾ പ്രസംഗിക്കുന്ന പ്രസംഗത്തിൻ്റെ പ്രതീതിയല്ല ഉപദേശവിരുദ്ധതയും പ്രായോഗിക വിരുദ്ധതയ്ക്കെതിരെ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് അക്രമാസക്തരായി മുമ്പോട്ട് വരുന്ന എതിരാളികൾ അവരുടെ കയ്യിലേക്കുന്ന ആയുധം എന്താണെന്ന് ആദ്യം സൂക്ഷ്മമായി നിരീക്ഷിക്കണം. ആയുധം എന്താണ് എന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ച ശേഷം വേണം പ്രതിരോധത്തിനായിട്ടുള്ള നടപടി ഞാൻ നിങ്ങളും സ്വീകരിക്കുവാൻ. അല്ലെങ്കിൽ എതിരാളികൾ തങ്ങളുടെ ആയുധം കൊണ്ട് നമ്മുടെ പടവിട്ടുക തന്നെ ചെയ്യും. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം ഇവിടെ തന്നെ പാസ് അനിൽ കൊടുത്തോട്ടും അദ്ദേഹം പല ന്യായാന്യായങ്ങൾ ഉന്നയിച്ച് ഈ കൃപാവരങ്ങളെ സംബന്ധിച്ചും മറ്റേ രക്ഷയെ സംബന്ധിച്ചുമുള്ള ഉപദേശങ്ങൾ ഉന്നയിച്ച് അദ്ദേഹം ഇവിടെ എഴുതാറുണ്ട്. അപ്പോൾ നമ്മുടെ ചില ആളുകൾ അദ്ദേഹത്തെ അവലംബിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെയാണ്, അദ്ദേഹം അങ്ങനെയാണ്, അദ്ദേഹം എങ്ങനെയാട്ടെ, ഞാൻ അദ്ദേഹത്തിൻ്റെ കാര്യമൊന്നും പറയല്ല. ഞാൻ അദ്ദേഹം എങ്ങനെ ആയിക്കോട്ടെ, അദ്ദേഹം പറയുന്ന ആശയങ്ങളെ അത് വചനവിരുദ്ധമാണെങ്കിൽ അല്ലെങ്കിൽ ദൈവവചനത്തോട് യോജിക്കാത്തതാണെങ്കിൽ അതിന് ശക്തമായ താക്കീത് ദൈവവചനം കൊണ്ട് നൽകി അദ്ദേഹത്തെ അടിയറവ് പറയിപ്പിക്കുവാൻ പ്രാപ്തിയുള്ള ആളുകൾ ഇപ്പുറത്ത് എഴുന്നേൽക്കുക എന്നുള്ളതാണ് സാഹചര്യത്തിൻ്റെ അനിവാര്യത. അല്ലാതെ അദ്ദേഹം പറയുന്നത് തെറ്റാ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും, ജോബിക്ക് പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മളെങ്ങനെ അതിനെ ഖണ്ഡിക്കുന്നത്? സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിക്കുവാൻ സംഗതിയില്ലാത്ത വേലക്കാരായി നിൽക്കുന്നു എങ്കിൽ മാത്രമേ നമുക്ക് അത് സാധിക്കുകയുള്ളൂ. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഉപദേശപരമായി ഉള്ള ദുരുപദേശങ്ങളെയോ അല്ലെങ്കിൽ അതിൻ്റെ വഴിമാറിയ ഉപദേശ രീതികളെയോ നമുക്ക് ഖണ്ഡിക്കാൻ സാധിക്കണമെങ്കിൽ നാം ഖണ്ഡിക്കാൻ ആഗ്രഹിക്കുന്ന ആയുധവർഗം എതിരാളിയുടെ ആയുധവർഗത്തെക്കാൾ മൂർച്ചയുള്ളതാണെന്ന് ആദ്യം തന്നെ വിശ്വാസം ഉണ്ടായിരിക്കണം. പ്രതിയോഗി നമുക്കെതിരെ വരുന്നത് ഒരു വശത്ത് മാത്രം വായ്ത്തലുള്ള വാളുകളാണെങ്കിൽ ഇരുഭാഗത്തും വായ്ത്തലയുള്ള വചനത്തിൻ്റെ വാളുകൊണ്ട് നാം എതിരാളിയുടെ വാദോന്മങ്ങളെ ഖണ്ഡിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടാൽ എതിരാളി പരാജയപ്പെടും, ദൈവനാമം മഹത്വപ്പെടും, വിശ്വാസമുഖം ഉദ്ധരിക്കപ്പെടും എന്നാണ് ഞാൻ സാമാന്യേന മനസ്സിലാക്കുന്നത്. അതിന് പകരം നമ്മൾ പരിഹാസന്റെ വാക്കുകൾ പറഞ്ഞ് പരിഹസിച്ചാൽ അത് വളരെ തെറ്റായ കാര്യമാണ്. ഫെലിസ്തീയ മല്ലനായ ഗോലിയാത്ത് കൈകാലുകൾ 6 വിരലുള്ളവനായി 6 മുഴവും 1 ചാണും നീളമുള്ള ഈ അമാനുഷ്യനായ ഒരു മനുഷ്യനായി ഇസ്രായേൽ നിരകളെ വെല്ലുവിളിക്കുന്ന രംഗമാണ് 1 ശമൂവേൽ 17 നമ്മൾ വായിക്കുന്നത്. ശൗലിന്റെ വില്ലും വാളും അതുപോലെ പരിചയും അവന്റെ താമ്ര വസ്ത്രങ്ങളും ഒന്നും എടുത്തു പ്രയോഗിക്കാൻ പരിശീലനം ലഭിച്ചില്ലാത്ത ദാവീദ് തനിക്ക് കഴിഞ്ഞ കാലങ്ങളിലെ ജീവിതത്തിന്റെ മുരണ്ട അനുഭവത്തിലൂടെ കാട്ടിലെ ആടുകളെ മേയിച്ചടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ ദൈവം പ്രകാശിപ്പിച്ചു കൊടുത്ത ഒരു നൂതനമായ ആശയം തന്റെ മനസ്സിലേക്ക് ഉയർന്നു വരികയും ആ നൂതനമായ ആശയം കൊണ്ട് നദിയിൽ നിന്ന് നൂറ്റാണ്ടുകളിലൂടെ ഒഴുകി പുറത്തെ ഉണ്ടായിരുന്ന ആ ഗാഠതയെല്ലാം
ഒഴുകി കല്ല് ഒന്നിനു മീതെ ഉരുണ്ടുമാറി അത് വളരെ മിനുസമുള്ളതായി തീർന്ന ആ കല്ലുകൾ 5 എണ്ണം തൻ്റെ യാവനാഴിയിൽ എടുത്തുകൊണ്ട് ഒരു അടിവില്ലുമായി ഈ ദാവീദ് മുമ്പോട്ട് ഒരു തെറ്റാലിയുമായി ദാവീദ് ഗോലിയാത്തിനെ സമീപിക്കുകയാണ്. ഈ തെറ്റാലിയുമായി സമീപിക്കുമ്പോൾ നീ ഒരു നായയുടെ നേരെ എന്ന പോലെ എന്നെ നേരെ വരുന്നുവോ, ആകാശത്തിലെ പക്ഷികളുടെ നേരെ എന്ന പോലെ നീ എന്നെ നേരെ വരുന്നുവോ, ഞാൻ നിന്നെ വിറപ്പിച്ച് കളയും, നിന്നെ ശരിയായി കളയും എന്ന് പറഞ്ഞ് അവനെ ഫ്രൈറ്റൻ ചെയ്യുന്ന ഒരു ഗോലിയാത്തിനെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ദാവീദ് എന്ത് ചെയ്യുന്നത് മനസ്സിലാക്കണം, ബാലകനാണ്. അവനെ തൻ്റെ സഞ്ചിയിൽ കൈയിട്ട് മുന്നമേ താൻ സഞ്ചിയിൽ ശേഖരിച്ചിരുന്ന 5 കല്ലുകൾ ഒരു കല്ലെടുത്ത് തൻ്റെ കയ്യിലിരുന്ന തെറ്റാലിയിൽ വെച്ചിട്ട് മല്ലൻ്റെ തിരുനെറ്റിക്ക് അത് എയ്തു. അവൻ മല്ലൻ മറിഞ്ഞു വീണു. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന അവൻ്റെ വാളുകൊണ്ട് തന്നെ അവൻ്റെ കഴുത്ത് ദാവീദ് ഛേദിച്ച് അത് ശൗലിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഉപദേശത്തിൻ്റെയും പ്രായോഗികതയുടെയും എതിരാളികളെ ഗളച്ഛേദം ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടത് എതിരാളിയുടെ ആയുധം കൊണ്ട് തന്നെ ആയിരിക്കണം. അതായത് നമ്മുടെ ആയുധം കൊണ്ടല്ല, എതിരാളി നമുക്ക് നേരെ കൊണ്ടുവന്ന ആയുധം കൊണ്ട് തന്നെ ആയിരിക്കണം നമ്മൾ എതിരാളിയുടെ നാവ് അടക്കുവാനും അതുപോലെ അവരുടെ ഉപദേശ വിരുദ്ധമാകുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയുവാനും. മഹാകവി കെ വി സൈമൺ സാറിനെ സംബന്ധിച്ച് എൻ്റെ പിതാവ് പറഞ്ഞ് എൻ്റെ അറിവിലുള്ള ഒരു വിഷയം ഞാൻ പറയുകയാണ്. സൈമൺ സാറിൻ്റെ വാദപ്രതിവാദ വേദികളിലെ അതിപ്രധാനമാകുന്ന ഒരു അവലംബം എന്ന് പറയുന്നത്, അദ്ദേഹം തികഞ്ഞൊരു താർക്കികനായിരുന്നു. അദ്ദേഹം ഉപയോഗിച്ചു വന്നത് പ്രതിവാദ വേദികളിൽ ചോദ്യ പ്രതിയോദ്യങ്ങൾ ഉച്ചരിക്കുക എന്നുള്ളതാണ്. വാദത്തെ ചോദ്യം കൊണ്ട്, അതായത് ചോദ്യത്തെ ചോദ്യം കൊണ്ട് തന്നെ എതിർപ്പെടുക, വാദത്തെ വാദം കൊണ്ട് എതിർപ്പെടുക. അപ്പോൾ ചോദ്യത്തെ ചോദ്യം കൊണ്ട് പ്രതിവാദ വേദിയിൽ പ്രതിയോധി ശരങ്ങളെ ഉലച്ചെറിഞ്ഞ വേദാന്ത വിദ്യാധിരാജൻ എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. എതിരാളികൾ ഒരു ചോദ്യം ചോദിച്ചാൽ പൊടുന്നനവേ എതിരാളിയുടെ ആയുധത്തിൻ്റെ മൂർച്ച ബോധക നിലയിൽ ഉള്ള ഉത്തരം അദ്ദേഹത്തിൻ്റെ കണ്ഠനാദങ്ങളിൽ നിന്ന് അത് ഒഴുകി എത്തിയിരുന്നു. അങ്ങനെയാണ് ആ കാലഘട്ടങ്ങളിൽ, സൈമൺ യുഗം എന്ന് പറയുന്ന കാലഘട്ടങ്ങളിൽ എതിരാളികളെ പഞ്ചപുച്ഛമടക്കി അവരെ നിഷ്പ്രഭരാക്കുവാൻ മഹാകവി കെ വി സൈമൺ സാറിനെ പോലെയുള്ള അമാനുഷ്യക്കൾക്ക് സാധിച്ചത്. ഇവിടെ നമ്മളാരും സൈമൺ സാറിനെ ആരാധിക്കുന്നില്ല. വേർപാടുകാർക്ക് ഒരു ദൈവമേ ഉള്ളൂ. അപ്പോൾ ആ ദൈവം എന്ന് പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിഏക ദൈവമാണ്. അപ്പോൾ ആ ത്രിയേക ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അല്ല, മറ്റു വേറെ ആരാധ്യ വസ്തുക്കളൊന്നുമില്ല. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്നറിയാമോ, എതിരാളികൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങളെ നെഞ്ചു വിരിച്ചു നിന്ന് അവരുടെ ചോദ്യങ്ങൾ കൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഉത്തരങ്ങൾ കണ്ടെത്തി എതിരാളികളുടെ ആയുധത്തിൻ്റെ മൂർച്ചയുള്ള മുനയെ ഒടിക്കാൻ കഴിയുന്ന പ്രാവീണ്യത നമ്മൾ നേടാതെ ചള്ളും പൊട്ടുമൊക്കെ ഇതിനകത്തൂടെ പറഞ്ഞു കൊടുത്തിട്ടൊരു കാര്യമില്ല, ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഒരുവൻ നമ്മുടെ നേരെ വരുമ്പോൾ അവൻ്റെ കപ്പാസിറ്റി എന്താണെന്ന് നമ്മൾ ഗ്രഹിക്കണം. അല്ലാതെ പണ്ട് സർദാർജി ഈ കപ്പാസിറ്റി 6000 ലിറ്റർ എന്ന് കണ്ടിട്ട് ഗ്യാസ് സിറ്റി എന്ന് ചോദിച്ചോൽ ഇത് ഏത് പട്ടണമാ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എതിരാളി ഒതുങ്ങുകയില്ല. അതിന് ദൈവവചനമാകുന്ന വാള് തന്നെ എടുക്കണം. വാദപ്രതിവാദ വേദിയിൽ പ്രതിയോധി ശരങ്ങൾ കൊണ്ട് ഉലച്ചെറിയണം. എതിരാളികളെ അവരുടെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കി അവരുടെ വാദോന്മുഖങ്ങളുടെ മുൾമന ഒടിക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നാം ദൈവഗണത്തിൽ അഗാധമായ അറിവ് നിശ്ചയം പ്രാപിച്ചവരായിരിക്കണം. കേവലം നമ്മളൊക്കെ ഇന്ന് പ്രശംസിക്കുന്ന ആളുകളാണ്. യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ നാം ഓടി മറിയും. നന്നായി വായിക്കുകയും നന്നായി ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകൾ അവരെ നന്നായി എതിർക്കാൻ പഠിച്ചുള്ള ആളുകളുണ്ട്. അവരുടെ വാദോന്മുഖങ്ങളെ ശാന്തമായി വചനാടിസ്ഥാനത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കണം. അങ്ങനെ കൈകാര്യം ചെയ്യുമ്പോഴാണ് എതിരാളി പരാജയപ്പെടുന്നത്. അല്ലാതെ ആരോപണങ്ങൾ കൊണ്ട് ഒരിക്കലും വചനവിരുദ്ധമായ ന്യൂനതകളെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ പരാജയപ്പെടുകയില്ല. അവരെ പരാജയപ്പെടുത്തുവാൻ നമുക്ക് അല്ലാതെ സാധിക്കുകയില്ല.
അതുകൊണ്ട് നമ്മളിവിടെ പറയേണ്ട വിഷയം ദൈവത്തിൻ്റെ സർവായുധവർഗം എന്ന് പറയുന്നതിൽ ഉപദേശത്തിൻ്റെയും പ്രായോഗികയുടെയും അശുദ്ധിയെ പാടെ തകർത്ത് ദൈവിക വിശുദ്ധിയും ഉപദേശത്തിൻ്റെ ശുദ്ധതയും നിലനിർത്താൻ കഴിയുന്ന ആത്മീയമാകുന്ന ആയുധങ്ങൾ വിശ്വാസികൾ ധരിക്കണം. ധരിച്ചിട്ട് എന്ത് ചെയ്യണം? പിശാചിൻ്റെ തന്ത്രങ്ങളോട് നാം എതിർത്ത് നിൽക്കണം. അങ്ങനെയാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയും നമ്മെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിന് വാസ്തവത്തിൽ ആണ്ടിലെ 7 പ്രസംഗം ഉണ്ടാക്കി, അല്ലെങ്കിൽ 5 പ്രസംഗം ഉണ്ടാക്കി ഒരു മനുഷ്യായുസ് മുഴുവൻ ഈ 5 പ്രസംഗം കൊണ്ട് 5000 പുൽപ്പിറ്റുകൾ മാറി മാറി പ്രസംഗിച്ചാൽ പിശാചിൻ്റെ ആയുധം അവൻ വയ്ക്കുകയില്ല, അടിയറോ വയ്ക്കുകയില്ല. പണ്ട് സൈമൺ സാറിനെ സംബന്ധിച്ച് ടി എ കുര്യൻ സാഗർ അവർ എഴുതിയിട്ടുള്ള മഹാകവി കെ.വി. സൈമൺ സ്മരണകളിലൂടെ എന്ന പുസ്തകത്തിൽ അതേ ഒരു അത്ഭുത ഭൂതമിറക്ക് എന്ന് പറഞ്ഞ് സൈമൺ സാറിന്റെ കാലത്ത് അദ്ദേഹം പ്രാർത്ഥിച്ച് ഇറക്കിയ ഒരു ഭൂതത്തിന്റെ കഥ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പെന്തക്കോസ്ത് ചോദിക്കും ഭൂതമൊക്കെ ഉണ്ടോ, അതിനെ വേർപാടുകാർക്ക് ഇറക്കാൻ പറ്റും? വേർപാടുകാർക്ക് ഇറക്കാൻ പറ്റും, പ്രാർത്ഥിക്കുന്ന ആർക്കും ഇറക്കാം, ഭൂതം ഉള്ളവരുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നല്ല ഭൂതമുള്ളതിനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ മതി, ഞാൻ പ്രാർത്ഥിക്കും ഭൂതം ഇറങ്ങിപ്പോവും. അല്ല, എനിക്ക് ഇറക്കാനൊന്നും കഴിയില്ല. നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ, ഈ നന്നായി ജീവിത വിശുദ്ധിയോടുകൂടെ നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ ഭൂതം ചാടും, നിശ്ചയമായിട്ടും ചാടും. അപ്പോൾ ഈ ഭൂതബാധിതനായ ഒരു സഹോദരൻ്റെ വീട്ടിൽ അവൻ്റെ ഭൂതത്തെ ഇറക്കാൻ വേണ്ടി സൈമൺ സാറും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ ചെന്നു. ഇതിനു മുമ്പ് പല വീരന്മാരും അവിടെ പോയതാണ്, പക്ഷേ ഭൂതം ഇറങ്ങിയില്ല. ഒരുമാതിരിപ്പെട്ടവരെ വകവെക്കാത്ത ഭൂതമായിരുന്നു. അപ്പോൾ ഈ ഭൂതത്തിൻ്റെ പേര്, അല്ലെങ്കിൽ ഭൂതം ബാധിച്ച ചെറുപ്പക്കാരൻ്റെ പേര് ഏബ്രഹാം എന്നാണ്. അപ്പോൾ ഏബ്രഹാം എന്നാണ് ഈ സൈമൺ സാർ ശിഷ്യന്മാരോട് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ഏബ്രഹാം തൻ്റെ കട്ടിലിന്മേൽ ഇരിക്കുകയാണ്. സൈമൺ സാർ ചോദിച്ചു, ഏബ്രഹാം എന്നെ അറിയാമോ, കണ്ടിട്ടുണ്ടോ? ഉടനെ ഈ ഭൂതം അട്ടഹസിച്ച് പറഞ്ഞു, ഓഹാ, അതെന്തൊരു ചോദ്യമാ, ഞാൻ കണ്ടിട്ടുണ്ട്, പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. സൈമൺ സാറിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക ഈ രോഗി. പക്ഷേ അവൻ പറയുകയാണ്, ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച് തന്നെ കണ്ടിട്ടുണ്ട്? അത് ആറാട്ടുപുഴ മണപ്പുറത്ത് അങ്ങ് സുവിശേഷം പ്രസംഗിക്കുന്ന സമയത്ത് ഞാൻ പല പ്രാവശ്യം അങ്ങേ കണ്ടിട്ടുണ്ട്. ആറാട്ടുപുഴ എന്ന് പറയുന്നത് ഞാൻ ഈ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 6 കിലോമീറ്റർ അപ്പുറത്തെ സ്ഥലമാണ്. അവിടെയുള്ള പമ്പാ നദിയുടെ മണപ്പുറത്ത് സൈമൺ സാർ ദീർഘവർഷം സുവിശേഷ പ്രസംഗം സംഘടിപ്പിച്ചിരുന്നു. അവിടെ അദ്ദേഹം പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ ആ മണപ്പുറത്ത് വെച്ച് ഇവിടെ നെല്ലിക്കാലായിലെ വീട്ടിലിരിക്കുന്ന ഭൂതബാധിതനായ മനുഷ്യനിൽ വ്യാപിച്ചിരുന്ന ഭൂതം പറയുകയാണ്, ഞാൻ ആറാട്ടുപുഴ കൺവെൻഷന് താങ്കൾ പ്രസംഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. നോക്കണേ, ഭൂതത്തിന് എല്ലാ സ്ഥലങ്ങളും എല്ലാം നല്ല നിശ്ചയമാണ്. അപ്പോൾ സൈമൺ സാറിൻ്റെ ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങൾ ഇവരെ ചെല്ലുന്നതിന് മുമ്പ് ഈ എപ്പിസ്കോപ്പൽ സഭകളിലെ ചില ആളുകൾ അവിടെ ചെന്ന് ഈ മനുഷ്യനിൽ വ്യാപിച്ചിരുന്ന ഭൂതത്തെ ഇറക്കാൻ ശ്രമിച്ചു. വലിയ തിരുമേനിയെ കൊണ്ടുവന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിറക്കും എന്ന് ഈ ഭൂതബാധിതനായ മനുഷ്യനോട് അവിടെ ചെന്ന് ചില ആളുകൾ പറഞ്ഞു. ഇപ്പൊ ഭൂതം അട്ടഹസിച്ചു. കൊള്ളാം. ഭൂതം പറഞ്ഞിങ്ങനെയാണ്, ഇടയൻ ആടുകളെ ചുമക്കേണ്ട പകരം ആടുകൾ ഇടയനെ ചുമന്നുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞ ഭൂതം അട്ടഹസിച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, സാധു കൊച്ചു ഉപദേശിയും കൊണ്ട് വരാം. അവരുടെ കാലത്താണ് സാധു കൊച്ചു ഉപദേശിയും കൊണ്ട് വന്നിറക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഭൂതം പിന്നെ അട്ടഹസിച്ചു. കുറേ വർഷങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിൽ കഴിഞ്ഞേനെയും, ഇപ്പോൾ സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു ഉപദേശിയുടെ പവർ കുറഞ്ഞു തുടങ്ങിയെന്ന ഈ ഭൂതം പറഞ്ഞതിൻ്റെ അർത്ഥം. കാര്യം ഒരാൾക്ക് ദൈവിക ശക്തി കൂടിയാലും ഭൂതത്തിന് അറിയാം, കുറഞ്ഞാലും ഭൂതത്തിന് അറിയാം. കാര്യം ഭൂതം ഇതെല്ലാം അന്വേഷിച്ചുകൊണ്ടൊക്കെയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിൽ സമ്മതിക്കുമായിരുന്നു, ഇപ്പോൾ പ്രയോജനമില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ സൈമൺ സാറ് എന്ത് ചെയ്തു? സൈമൺ സാറിനെ കൊണ്ട് ശിഷ്യന്മാരോട് പോയി ഭൂതബാധിതനായ യുവസഹോദരൻ്റെ അടുക്കൽ സൈമൺ സാറ് ഇവരോട് ചോദിച്ചു, ഇറങ്ങാൻ മനസ്സുണ്ടോ? പറഞ്ഞിറങ്ങാൻ മനസ്സില്ല. പിന്നെയും സൈമൺ സാർ ചോദിച്ചു, ഇറങ്ങാൻ മനസ്സുണ്ടോ? അപ്പോൾ ഭൂതബാധിതൻ പറഞ്ഞു, ഇറങ്ങാൻ മനസ്സില്ല, ഞാൻ ഇറങ്ങുകയില്ല. സൈമൺ സാർ പറഞ്ഞു, നിന്നെ ഇറക്കിയ ശേഷം ഞാൻ പോവുകയുള്ളൂ. അവൻ പറഞ്ഞു, ഞാൻ ഇറങ്ങുകയില്ല.
പക്ഷേ ശക്തമായ പ്രാർത്ഥനാശക്തി കൊണ്ട് സൈമൺ സാറ് പ്രാർത്ഥിക്കുകയും ഈ ഭൂതബാധനായ യുവസഹോദരൻ ഏബ്രഹാമിൻ്റെ ശരീരത്തിൽ നിന്ന് ഭൂതം മനഃപൂർവ്വമായി ഇറങ്ങി പോവുകയും ചെയ്തു. അപ്പോൾ ശക്തിയേറിയ പ്രാർത്ഥനയ്ക്ക് അതിൻ്റെതായ ഫലമുണ്ട്. എതിരാളിയുടെ കയ്യിലിരിക്കുന്ന ആയുധം എന്താണെന്ന് മനസ്സിലാക്കി ആ ആയുധത്തിന് തത്തുല്യമാകുന്ന ആയുധപ്രയോഗം ചെയ്യാൻ കഴിവുള്ള ആളുകൊണ്ട് മാത്രമേ എതിരാളികളുടെ ആയുധത്തെ സർവായുധവർഗം അടിയറവ് വെപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന് വേദോസം പറയുന്നത് ദൈവത്തിൻ്റെ സർവായുധവർഗം ഞാനും നിങ്ങളും ധരിച്ചുകൊള്ളണം എന്നാണ്. ദൈവത്തിൻ്റെ സർവായുധ വർഗത്തിൻ്റെ ലിസ്റ്റിൽ ഇവിടെ അപ്പോസ്തലൻ ചില ആയുധങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രം ഒന്ന് വായിച്ച് കേൾപ്പിക്കുക, എന്നിട്ട് ഞാൻ നിർത്തിയേക്കാം. ആ ആയുധങ്ങളെക്കുറിച്ച് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും, അരയ്ക്ക് സാധാരണ ബെൽറ്റാണ് കെട്ടുന്നത്, അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചിരിപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുത്തുവാതക്കതായി വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പീൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവോചനം എന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവിൻ. ശിരസ്ത്രം എന്ന് പറയുന്നതിനാൽ നമുക്കറിയാം തലയ്ക്ക് പരിക്ക് പറ്റാതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു താമ്ര കൂടാണ്. ഇവിടെ പറയുന്നത് എന്താണെന്നറിയോ? രക്ഷ എന്ന ശിരസ്ത്രം. ഒരു വിശ്വാസിയുടെ ചിന്താമണ്ഡലത്തിനും അവൻ്റെ വിശ്വാസത്തിനും അവൻ്റെ ഭാവി പ്രത്യാശയ്ക്കും കുലുക്കം വരാതെ, തകരാറ് സംഭവിക്കാതെ അവനെ നേരെ നിർത്തുവാൻ സഹായിക്കുന്നത് അവൻ്റെ രക്ഷയുടെ ശിരസ്ത്രമാണ്. അതായത് താൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള തൻ്റെ ആത്മനിശ്ചയം, ഉറപ്പ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ വിവിധങ്ങളായ ഉപകരണങ്ങളെ കുറിച്ച് പറയുകയാണ്. ഈ ഉപകരണങ്ങളെല്ലാം എന്ത് ചെയ്യണം? ധരിക്കേണ്ടതുണ്ട്, എടുക്കേണ്ടതുണ്ട്, നിൽക്കേണ്ടതുണ്ട്, തൊടുവിക്കേണ്ടതുണ്ട്. പിശാചിനെ എതിർത്ത് നിൽക്കാൻ കഴിയുന്നത് അവൻ്റെ ആയുധങ്ങളോട് പോരാടുന്നതിന് വേണ്ടിയാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്ന സർവായുധ വർഗം ധരിച്ചിരിക്കുന്ന ഒരു വിശ്വാസിക്ക് മാത്രമേ ആയുധവർഗവുമായി വിശ്വാസിക്കുന്നവരെ പോരാടുവാൻ വരുന്ന പിശാചിനോട് എതിർത്തവരെ തോൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നാം പരാജയപ്പെട്ടു പോകും, ദയനീയമായ നിലയിൽ പരാജയപ്പെട്ടു പോകും. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്ന വിഷയം, ഇസ്രായേൽ നിരകളെ ഫിലിസ്തീനിലായ ഗോലിയാത്ത് വെല്ലുവിളിച്ച പോലെ വേർപെട്ട ഉപദേശത്തെ ഏതെങ്കിലും ആയുധവർഗങ്ങൾ കൊണ്ട് എതിരാളികൾ വെല്ലുവിളിക്കുന്ന ആളുകളോട് നമുക്ക് പ്രത്യേകിച്ച് വിരോധമൊന്നും ഉണ്ടാകേണ്ട ആവശ്യമില്ല. അവർ നമ്മളെപ്പോലെ മനുഷ്യരും സഹോദരന്മാരുമാണ്. അവരുടെ വെല്ലുവിളികളെ എന്ത് ചെയ്യണം? വചനം കൊണ്ട് ഏറ്റെടുക്കുകയും വചനമാകുന്ന സർവായുധ വർഗം കൊണ്ട് അവരുടെ എതിർപ്പുകളെ അല്ലെങ്കിൽ അവരുടെ ആക്രോശങ്ങളെ അടിച്ച് അമർത്തി അവരുടെ ആയുധത്തിൻ്റെ മൂർച്ചയെ കുറയ്ക്കുകയും ചെയ്യണം എന്നാണ് ദൈവവചനം പ്രസ്താവിക്കുന്നത്. അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുവൻ വേർപെട്ട സമൂഹത്തെ നിരന്തരമായി വെല്ലുവിളിച്ചാൽ, ഉപദേശപരമായ വിഷയങ്ങൾ കൊണ്ട് വെല്ലുവിളിച്ചാൽ, അവൻ്റെ മടയിൽ ചെന്ന് അല്ലെങ്കിൽ അവനുമായി നേരിട്ട് എതിർപ്പെട്ട് അവന് ശക്തമായിരിക്കുന്ന മറുപടി കൊടുക്കാൻ കഴിവില്ലാത്ത ആളുകൾ അവൻ്റെ ഒരു കട്ടൗട്ട് വെച്ചിട്ട് നാം വലിയ ഭയങ്കര സംവാദമോ മറുപടി പ്രസംഗമോ നടത്തിയാൽ എതിരാളി പരാജയപ്പെടുമോ? ഒരിക്കലും പരാജയപ്പെടുകയില്ല. അവൻ്റെ കട്ടൗട്ടല്ല ആവശ്യം, അവനോട് എതിർപ്പെടുക എന്നതാണ്. അവനോട് എതിർപ്പെടണമെങ്കിൽ എന്ത് വേണം? ദൈവവചനത്തിൽ നിശ്ചയം വേണം. ദൈവവചനത്തിൽ നിശ്ചയമില്ലാതെ ഞാൻ മഹാൻ, എനിക്ക് ഇതൊക്കെ സാധിക്കും എന്ന് പറഞ്ഞു ചെന്ന് താർക്കികന്മാരുടെ അടുക്കൽ ചെന്ന് കഴിഞ്ഞാൽ നാണം കെട്ട് മടങ്ങിപ്പോരുകയല്ലാതെ ഒരു മാർഗവും ഉണ്ടാവുകയില്ല. അപ്പോൾ ദൈവം നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷ എന്ന് പറയുന്നത് വചനത്തിൽ നല്ല നിശ്ചയം ഉണ്ടാകുക, വിശ്വാസ സംരക്ഷണ പോരാട്ടം. അതാണ് ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സ് എന്ന് പറയുന്നത്. അതിനെന്ത് ചെയ്യണം? വിശ്വാസം ഏതെല്ലാം കാര്യങ്ങളാണെന്നുള്ളത് വ്യക്തമായി ഞാൻ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ എതിരാളികളുടെ കയ്യിലുള്ള ആയുധം എന്താണ്, ആയുധത്തിന്റെ മൂർച്ച എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ അവൻ തക്ക സമയം വരുമ്പോൾ ഈ ആയുധം എടുത്ത് പ്രയോഗിക്കുകയും നാം മരണകരമായ മുറിവേറ്റ് നിലവിളിക്കുകയും ചെയ്യും.
ഇവിടെ അപ്പോസ്തലൻ പറയുന്നൊരു സാരതാണ്, ദൈവത്തിൻ്റെ സർവായുധവർഗം നിങ്ങൾ ധരിച്ചു കൊള്ളുക. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് പോരാട്ടമുള്ളത് മാംസരക്തങ്ങളോടല്ല, ജഡരക്തങ്ങളോടല്ല. ഈ ലോകത്തിൻ്റെ അധികാരിയായ പിശാചിനോടും അവൻ്റെ അനുഗാമികളാകുന്ന ആജ്ഞാനുവർത്തികളാകുന്ന ഈ ദൂതവൃന്ദങ്ങൾ, പിശാചിന് ദൂതവൃന്ദങ്ങളും ദുരാത്മകളോടുമൊക്കെയാണ് എനിക്ക് നിങ്ങൾക്കും പോരാട്ടമുള്ളത്. പക്ഷെ ആ പോരാട്ടത്തെ സിംപ്ലി അതിജീവിക്കാൻ കഴിയുന്ന ഏക മാർഗം ദൈവത്തിൻ്റെ വചനമാകുന്ന സർവായുധ വർഗമാണ്. വചനമെടുത്ത് വീശാൻ കഴിയണം. വീശുമ്പോൾ മലൻ തോറ്റ് ഓടിപ്പോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ്, ദീർഘിപ്പിക്കുന്നില്ല. പകൽക്കാലം ഞാൻ വളരെ ലോങ് ജേർണിയിലായിരുന്നു, വിവാഹ ശുശ്രൂഷ നടത്തി കൊടുക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ യാത്രയിലായിരുന്നു. ഐ എം ഓൾസോ എക്സ്ട്രീംലി ടയർഡ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിന് എതിരായി ശത്രുക്കൾ ഇന്ന് പടക്കളത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. നമുക്കൊരു ദൗത്യമുണ്ട്. ആ ദൗത്യം ഞായറാഴ്ച വന്ന് എന്നെ സന്തോഷിപ്പിച്ചൊരു വാക്യഭാഗം എന്ന് പറഞ്ഞൊരു വാക്യം വായിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് നിലവിളിച്ചുകൊണ്ട് കുറേ കഥകൾ പറയുന്നതല്ല. അത് വേണ്ടാന്നല്ല ഞാൻ പറഞ്ഞത്, അത്യാവശ്യം വേണം. അധികമായാലും അമൃതം വിഷം. എന്നാൽ നമ്മെ വെല്ലുവിളിക്കുന്ന വിശ്വാസം, പ്രത്യാശ ഇത്യാദി കാര്യങ്ങളെക്കുറിച്ചുള്ള ദൃഢനിശ്ചയം എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകേണ്ടത് വിശേഷാൽ വളരെ ആവശ്യമാണ്. അത് ഉണ്ടായാൽ മാത്രമേ എതിരികളെ തോൽപ്പിക്കുവാൻ, എതിരാളികളെ കീഴ്പ്പെടുത്തുവാൻ, അവൻ്റെ ആയുധവർഗങ്ങളെ നമുക്ക് അടിയറവെപ്പിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനെ താർക്കികമായിരിക്കുന്ന ഒരു ജ്ഞാന സംവിധാനം തന്നെ നമുക്കുണ്ടാകേണ്ടതായിരിക്കുന്നു. ഞാൻ പറയുന്നത്, വേർപെട്ട ദൈവത്തിന് തന്നെ മധ്യത്തിലുള്ള പ്രാപ്തന്മാരായ ചില സഹോദരന്മാർ ഇങ്ങനെയുള്ള താർക്കിക സ്കൂളുകൾ, അതായത് താർക്കികമാകുന്ന ആശയങ്ങളെ അവരുടെ ഇടയിൽ തന്നെ വളരെ യുക്തിപരമായ നിലയിൽ ട്രെയിൻ ചെയ്ത ശേഷം വേണം എതിരാളികളെ പാളിത്തിറങ്ങി അവരെ അടിക്കാൻ. അല്ലാതെ എനിക്കെല്ലാം അറിയുമുണ്ട്, ഞാൻ ധനവാൻ സമ്പൻ, എനിക്കൊന്നിനും കുറവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉപദേശപരമായ വിഷയങ്ങളിലെ എതിരാളികളെ അടിക്കാൻ ചെന്നു കഴിഞ്ഞാൽ അവനെന്ത് ചെയ്യും? പ്രഹരത്തിന്മേൽ പ്രഹരം കൂടെ നൽകി നമ്മളെ മടക്കി അയക്കും. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇവിടെ നമുക്ക് ആരോടും വിദ്വേഷപ്പെട്ട് കാര്യമില്ല. എതിരാളികൾ എല്ലാ കാലത്തുമുണ്ട് ഉപദേശസംബന്ധമായി. എന്നാൽ നമ്മുടെ ഉപദേശത്തിൻ്റെ പൂർണ്ണ നിശ്ചയം ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് നമ്മുടെ വ്യക്തിപരമാകുന്ന കടമയാണ്. ആ കടമ നാം നിവർത്തിക്കുമ്പോഴാണ് നമ്മിൽ ദൈവം പ്രസാദിക്കുകയും നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ നമുക്ക് അനുഗ്രഹമായി തീരുകയും ചെയ്യുന്നത്. ഇന്ന് രാത്രിയിൽ ദൈവം നമ്മെ ഈ വിഷയത്തിൽ കൂടുതൽ പ്രകാശിതെന്ന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തൽക്കാലം നിർത്തട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ സുവിശേഷൻ ടൈറ്റസ് ഫ്രം ഇടയാറുമുള്ള. താങ്ക് യു.